നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവൾക്കെതിരെ നിന്ന പിന്നെ നിരഞ്ജനും അവളെ അകറ്റി തന്നെ നിർത്തിക്കൊള്ളും. വെയിറ്റ് മമ്മ, വെയിറ്റ്. എല്ലാം നമ്മൾ ഉദ്ദേശിച്ച രീതി തന്നെ നടക്കും. എന്നാ മമ്മ ചെല്ല്. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മായിമ്മയുടെയും മരുമകളുടെയും അഭിനയം കാണാലോ. മോൻ പോയിക്കോളൂ. ഓക്കെ മമ്മ. ബൈ. നൂറല്ലേ? മുത്തശ്ശി, കല്യാണാലോചനയും കഴിഞ്ഞ് വന്നിട്ടുണ്ട് രണ്ടുപേരും. വിളിച്ചോണ്ട് പോടി രണ്ടിടത്തിന് ഇങ്ങോട്ട്, നാണം കെട്ട ജന്തുക്കള്. എന്തായാലും നമ്മൾ അവിടെ ചെന്നതും സംസാരിച്ചതും സിദ്ധുവിന്റെ അനിയത്തി വിളിച്ച് നിത്യോട് പറഞ്ഞിട്ടുണ്ടാവും. ഇനി എന്തൊക്കെയാണവോ നടക്കാൻ പോകുന്നത്. നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? നമ്മള് കക്കാനും പിടിച്ചു കുറയ്ക്കാനും പോയിട്ട് പോലീസ് പിടിച്ചിട്ട് വരുമെന്നല്ലോ. സിദ്ധുവിന്റെ അച്ഛൻ സംസാരിക്കണമെന്ന് പറഞ്ഞു, നമ്മള് പോയി സംസാരിച്ചു, അത്രയല്ലേ ഉള്ളൂ. വാ. നീ എന്താ കുരിശ് കണ്ട ചെറുത്താനെ പോലെ തുറച്ചു നോക്കുന്നേ? എന്താ കാര്യമൊന്നും രണ്ടുപേർക്കും അറിയില്ല അല്ലേ? എടാ, നിന്റെ ഭാര്യ മല്ലികം വിളിക്കുന്നു. എന്ത് പറ്റി? കുറച്ചു നേരം ഞങ്ങളെ കാണാതിരുന്നപ്പോ അമ്മയ്ക്ക് വിഷമമായോ? അതൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോ അറിയാം. ആ പാർവതി, ഇനി അമ്മയെ മുഖം കാണിച്ചില്ല എന്നുള്ള പരിഭവം വേണ്ട. എനിക്ക് പേടിയാ മനോഹരേട്ട, സത്യമായിട്ടും പേടിയാ. എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. എന്തിനാ? അമ്മ നമ്മളെ രണ്ടുപേരെ നേരത്തെ നിർത്തി വെടിവെച്ചു കൊല്ലാനൊന്നും പോകുന്നില്ല. നീ വാ, ചോദിക്കുന്നതിന് ഞാൻ മറുപടി പറഞ്ഞോളാം. വാ. വന്നോ നാണയില്ലാത്ത വകകള്. എന്ത് പറ്റിയമ്മേ? എന്തു പറ്റിയെന്ന് അച്ഛൻ അറിയില്ലേ? അല്ലെങ്കിലും പൊട്ടംകളി അവന്റെ ഒരു വിനോദമാണല്ലോ കൊച്ചെ. അമ്മേ, കാര്യം എന്നാന്ന് വെച്ചാ പറ. എന്തായാലും ഇത് വല്ലത്തെ നാണക്കേടായിപ്പോയി, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണാവോ ശരത്ത് മോന് നാണക്കേടുണ്ടാക്കിയ കാര്യം? ഒന്ന് മൊഴിഞ്ഞാലും. നീയൊക്കെ എന്തിനാടാ വക്കീലിന്റെ വീട്ടിൽ പോയത്? ആ ചിത്തുവിന്റെ. അതാണോ കാര്യം? സിദ്ധുവിന്റെ അച്ഛൻ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു, പോയി സംസാരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ മരുമോൾക്ക് കല്യാണ ചക്കര തെണ്ടാൻ പോയതല്ല. നിത്യേ, നീ കാര്യം അറിയാതെ സംസാരിക്കരുത്. കാര്യമൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. നീ അറിഞ്ഞതെല്ലാം സത്യമായിരിക്കണമെന്നില്ലല്ലോ. അതെ, പാർവതി പറഞ്ഞതിന്റെ അപ്പുറത്ത് ഇക്കാര്യത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനില്ല. അയ്യോ, ഇങ്ങനെ ഒരു അച്ചിക്കൊന്തൻ. എടാ, നിന്നോട് ഞാൻ ചോദിച്ചതല്ലായിരുന്നോ എങ്ങോട്ടാ കെട്ടിയൊരുങ്ങി പോന്നേന്ന്? അന്നേരമേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിലക്കേനെ. അതുകൊണ്ടാ പറയായിരുന്നത്. ഇതിപ്പോ ദേവിയേക്ക് ചെറുക്കനെ അന്വേഷിച്ച് പോയെങ്കിൽ തന്നെ എന്താ കുഴപ്പം? എന്തൊരു നാണം കെട്ട വർത്താനമാടാ നീ പറയുന്നത്? കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇതൊക്കെ? അല്ല, ഇതിനകത്ത് നാണക്കേട് എന്താണെന്നൊന്ന് വിശദീകരിച്ച് തന്നാ കൊള്ളാം. അല്ലച്ച, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു വീട്ടിൽ കയറി ചെന്നൊരു ബന്ധമൊക്കെ ഇറക്കാമെന്ന് പറഞ്ഞ ഒരു ബന്ധമായിരുന്നേ, ഒരു വീട്ടിൽ കയറി താമസിക്കുന്നില്ലല്ലോ ശരത്തെ. ഇതിനപ്പോ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെയൊക്കെ കണ്ണിലെ കരടാണല്ലോ ദേവിക. അപ്പൊ പിന്നെ ദേവിക ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്ത് ആ ഭാരം അങ്ങ് ഒഴിവാക്കാന്ന് ഞാൻ പാർവതി അങ്ങ് തീരുമാനിച്ചു. അച്ഛനും അമ്മയില്ലാത്തൊരു പെൺകുട്ടിയല്ലേ. ഞങ്ങളുടെ മകന്റെ ഓർമ്മകൾ ജീവിക്കുന്ന അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഓ, മകന്റെ തല എടുത്തവളെന്ന് പറയടാ നീ. അയ്യോ, എന്റെ അമ്മ അച്ഛന്റെ തല അമ്മ എടുത്തെന്ന് കരുതി എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണോ? മനോഹര, ദേ എന്റെ വായിന്നൊന്നും കേക്കരുത് കേട്ടോ. എന്റെ അമ്മയ്ക്ക് ചോദിക്കാനുള്ളതൊക്കെ കഴിഞ്ഞു. ഞാൻ ഇനി അമ്മക്കോട്ടെ. എന്താടാ ഇരുന്ന് നീ അങ്ങ് ക്ഷീണിച്ചു പോയോ? ക്ഷീണം കാണും മുത്തശ്ശി. കാരണം അവരവിടുന്ന് ആട്ടിയിറക്കി വിട്ടതല്ലേ, ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ. അയ്യോ എന്റെ മോളെ, ഞങ്ങൾ വെള്ളം കുടിക്കാനല്ല പോയത്, ദേവികയുടെ കാര്യം സംസാരിക്കാൻ. സംസാരിച്ചിട്ട് പോരുകയും ചെയ്തു. അല്ലാതെ നീ കരുതുന്ന പോലെ അവിടെ ഭൂകമ്പവും സുനാമിയും ഒന്നും ഉണ്ടായില്ല. ആ പിന്നെ
ഇക്കാര്യത്തിൽ ദേവികയുടെ മെക്കെട്ട് കയറാൻ ആരും നിൽക്കുകയും വേണ്ട. എന്ത് വേണമെന്ന് എനിക്കറിയാം. കുടുംബത്തുള്ളവരെ മുഴുവൻ വെറുപ്പിച്ചോണ്ട് നീ എവിടം വരെ പോകും മനോഹര? എവിടുന്ന് കൊണ്ടുവരും ആ ഉണ്ടക്കണ്ണിക്ക് രാജകുമാരനെ? ഞാനേ തുർക്കിയിൽ നിന്ന് കൊണ്ടുവരും. കൊച്ചമ്മയുടെ കാര്യം എന്നാന്ന് വെച്ച് നോക്ക്. ഓ യവനും നീ വാ പാർവതി, നമുക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അനന്തര നടപടികൾ എല്ലാവരുടെ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. വാ. അക്ഷര പ്ലീസ് കരയാതെ. എനിക്ക് പേടിയാ, എനിക്കിപ്പോ എല്ലാം പേടിയാ. വിശാല് അവൻ വീട്ടിൽ വന്ന ഭീഷണിപ്പെടുത്തിയത് അമ്മയും വല്ലാതെ ഭയന്നു. വിശാല് പിന്തുടർന്ന് ഭീഷണിപ്പെടുത്താനുള്ള കാരണം നീ ഇതുവരെ എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറയാം. സമയം പോലെ പറഞ്ഞാൽ മതി. ഇപ്പം അത് ചോദിക്കാനോ കേൾക്കാനോ ഉള്ള സമയമല്ല ഇതെന്ന് എനിക്കറിയാം. പിന്നെ വിശാൽ പടി കടന്നു വന്ന ഭീഷണിയെ പടിയടച്ച് പിണ്ണം വെച്ചേ മതിയാകൂ. നിങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം. അത് നേരായ മാർഗത്തിലൂടെ ആണെങ്കിലും അല്ലെങ്കിലും. ഇല്ലെങ്കിൽ ഉരുകി ഞാൻ ഇല്ലാതായി പോവും. ഞാൻ വരും. എന്നും ഒരു കാവൽ പടയാളിയുടെ വേഷമാണ് നിരഞ്ജന്. നിന്റെ ജീവനും ജീവിതത്തിനും കോട്ട കെട്ടി ഞാനുണ്ടാവും. ജയശങ്കർ സാർ എന്ന് വരും. നാളെ എത്തിയേക്കും. ഞാൻ പറഞ്ഞില്ലേ, ശ്രുതിമോളുടെ അടുത്തേക്കാ പോയത്. ആ പിന്നെ കഴിഞ്ഞ ദിവസം ശിവന്റെ അമ്പലത്തിൽ പോയിരുന്നു. ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തി. പിന്നെ ഒരു ശത്രുസംഹാര പുഷ്പാഞ്ജലിയും ധാരയും കഴിച്ചു. ആഹാ, ഭക്തിമാർഗത്തിലായോ? കളിയാക്കണ്ട. ദാ ഇത് അഘോര മന്ത്രം ഉരുക്കഴിച്ച് തിരുനടയിൽ വെച്ച് പൂജിച്ചു തന്ന ചരട. ഇത് കയ്യിൽ കെട്ടണം. അക്ഷരെ, ഞാനിവിടെ ഒരു പ്രിസണറാ. തടവ് പുള്ളി. ഇതൊന്നും ഇവിടെ സമ്മതിക്കില്ല. ഒന്ന് ചോദിച്ചു നോക്ക് പ്ലീസ്. ഞാൻ കൊണ്ടുവന്നല്ലേ. അക്ഷര, അത് പിന്നെ എന്തായി ഡോക്ടറെ? ഭാര്യയും ഭർത്താവും സങ്കടം പറഞ്ഞു കഴിഞ്ഞു. അക്ഷര അമ്പലത്തിൽ പൂജിച്ച ഒരു ചരട് കൊണ്ടുവന്നു. അത് എന്റെ കയ്യിൽ കെട്ടിക്കോട്ടെ എന്ന്. ഓ ആയിക്കോട്ടെ. ഒരു ദൈവിക കാര്യത്തിന് ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല. ഇനി പൊയ്ക്കോ, ധൈര്യമായിട്ട് പൊയ്ക്കോ. ധൈര്യമായി ഉറങ്ങിക്കോ. ഞാനുണ്ടപ്പോ. എല്ലാവരും കഴിച്ചിട്ട് വാ. ആ സാറേ,
സാറ് കഴിക്കാൻ വരുന്നില്ലേ? മീൽ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാലേ പിന്നെ ഭക്ഷണം കിട്ടത്തില്ല. എന്തോ എനിക്ക് വിശപ്പില്ല. നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ. ഞാൻ പോയി സൂപ്രണ്ട് സാറിനോട് ചോദിക്കട്ടെ, സാറിന് നല്ല സുഖമല്ല, ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന്. ഏയ് അതൊന്നും വേണ്ട ജമാലെ, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ആ ശരി സാർ. എന്തു പറ്റി സാറേ? കഴിക്കുന്നില്ലേ? എന്തെങ്കിലും വയ്യാഴിയുണ്ടോ? ഏയ് ഒന്നുമില്ല സർ. സാറാകെ മൂഡ് ഓഫ് ആണല്ലോ. സാറിന്റെ വൈഫ് വന്നു പോയതിനു ശേഷം സാറിന്റെ മുഖമാകെ മാറിയിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ വീട്ടില്? ഏയ് പ്രശ്നമൊന്നുമില്ല സർ. എന്താ? വഴിവിട്ടൊരു കാര്യമാണ് ചോദിക്കാൻ പോകുന്നതെന്നറിയാം.